രഞ്ജിനിയെ കിടന്ന് ഇവിടെ പട്ടി ഷോ കാണിക്കുവാണ്. ജഡ്ജിമാർക്ക് പോലും ഇത്രയും പവർ കാണത്തില്ല. ഒരു 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 സീസൺ 1 വന്നിട്ട് ഒരു ടാസ്ക് പോലും മര്യാദയ്ക്ക് കളിക്കാതെ, ഒരു ടാസ്ക് എന്താണെന്ന് മനസ്സിലാക്കാതെ അവിടെ ഇരുന്നിട്ട് ഒരു ഫൈനലിൽ പോലും വരാത്ത ഒരാളെ ജഡ്ജിൽ നിൽക്കുന്നു. ഓക്കെ, അത് ഏഷ്യാൻ്റെ പുത്രിയായിരിക്കും, എന്തുമായിരിക്കും. പക്ഷേ എന്തിനാണ് ഈ വെറുതെ ഈ അനാവശ്യ ഷോ? രഞ്ജിനിയുടെ സൗണ്ട് കേട്ട് മടുത്ത് നിർത്തിയിട്ട് പോകാൻ വരെ തോന്നി, ചുമ്മാ അനാവശ്യ പട്ടി ഷോ കാണിച്ചിട്ട്. ഓക്കെ, നമുക്ക് വീട്ടിലോട്ട് പോകാം, എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന്റെ പേര് അവർ ഇട്ടേക്കുന്ന പേരാണ് വീക്കെൻഡ് വാർ എപ്പിസോഡ്. ഒരു കാര്യമില്ല, ഒരു വാറും ഇല്ല ഇവിടെ. 2 അപ്രതീക്ഷിത സർപ്രൈസുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സീസൺ 2 ഉണ്ടായിരുന്ന നമ്മുടെ രജിത് സാറിനെയും വീണ നായറിനെയാണ് സ്റ്റേജിലോട്ട് വിളിച്ചത്. രജിത് സാറ് എന്തോ ഒരു ക്ഷീണിതനായ പോലെ എനിക്ക് തോന്നുന്നു. എന്തോ പിന്നെ പ്രായത്തിന്റെ ആണോ അതിന് ഇൻട്രസ്റ്റ് ഇല്ലാതെ വെറുതെ വിളിച്ചു വരുത്തിയതാണോ എന്ന് അറിയത്തില്ല. അങ്ങനെ രജിത് സാറും വീണ നായരും വന്നിട്ടുണ്ടായിരുന്നു. അവരെയും കൊണ്ടുവന്ന് ടീച്ചേഴ്സിന്റെ കസറിൽ ഇരുത്തിയിട്ടുണ്ട്. ആ രജിത് സാറിനെ കൊണ്ടിരുത്തിയിട്ട് പുള്ളിക്ക് ഒരു ചാൻസ് കൊടുക്കുന്നതേ ഇല്ല. പുള്ളിയുടെ ഫേസ് ആ സ്ക്രീനിൽ ഒരു മിന്നി പറഞ്ഞു പോകുന്ന പോലെ വരുന്നതല്ലാതെ ഒന്നുമില്ല. ശേഷം നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ആവുകയാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ ഇൻഫിനിറ്റി പെറ്റ നേടിയവർക്ക് ഒരു സ്പെഷ്യൽ പവർ ഉണ്ടെന്ന് പറയുന്നു. ആ സ്പെഷ്യൽ പവർ കഴിഞ്ഞ എപ്പിസോഡ് കൊടുക്കാത്തതുകൊണ്ട് കഴിഞ്ഞ എപ്പിസോഡിന്റെ എൻഡിൽ കിട്ടിയവർക്ക് ഈ വട്ടം ഒരു സ്പെഷ്യൽ പവർ ഉണ്ടെന്ന് പറയുന്നു. അവർക്ക് വൈബ് മാത്രമല്ല, ഒരു സ്പെഷ്യൽ പവർ ഉണ്ട്, അത് വഴിയെ അറിയിക്കാന്ന് പറയുന്നത്. ശേഷം നമ്മുടെ മാസ്ക് ഓഫിന്റെ കണ്ടിന്യൂഷനാണ്. മാസ്ക് ഓഫിന്റെ കണ്ടിന്യൂ ഒരു കാര്യമില്ല എന്നായിരുന്നാലും ഒരു എപ്പിസോഡ് തീർക്കാവുന്ന കേസേ ഉള്ളായിരുന്നു. ഇത് വലിച്ചായിട്ട് 3 എപ്പിസോഡ് ആക്കിയിട്ടുണ്ട്. ഇനിയുണ്ട്, അതാണ് അതിന്റെ ഹൈലൈറ്റ്. ഇനിയുണ്ട്. മാസ്ക് ഓഫിൽ ആദ്യം തന്നെ വിളിച്ചത് പൂജേനെയാണ്. പൂജയുടെ അടുത്ത് ഹൗസ് വൈഫ് അല്ലെങ്കിൽ വീട്ടമ്മ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞത്. പൂജ വന്നിട്ട് സാധാരണ എല്ലാവരും പറഞ്ഞു, ഞാനൊരു ഹൗസ് വൈഫാണ്, വീട്ടമ്മയാണ്, ഞാൻ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, ഞാൻ ഇവിടെ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർക്ക് പോയി ചെയ്താൽ വില കിട്ടും, പക്ഷേ എൻ്റെ വീട്ടിൽ വില കിട്ടില്ല, പക്ഷേ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, ഞാനൊരു വീട്ടമ്മ ഇവിടെ വരാൻ കഴിയുന്നില്ല തെളിയിക്കണം. ഇതന്നെയല്ലേ കഴിഞ്ഞ സോണിയും പറഞ്ഞിട്ട് ഔട്ടായി പോയത്. ഈ എന്താ പറയുക, വീട്ടമ്മ എന്ന ലേബലിൽ വന്ന് നിന്നിട്ട് ഇവിടെ സംസാരിക്കേണ്ട ഒരു കാര്യമില്ല, മനസ്സിലായോ? കാരണം ഒന്നുകിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റണം. ഇത് സംസാരിക്കാൻ പറ്റാതെ അങ്ങനെ ഒരു ലേബൽ വന്നിട്ട് അത് മറ്റുള്ളവർ കൂടെ മോശമാണ്. എനിവേ, അത് ഒട്ടും തൃപ്തികരമല്ലാത്തൊരു, അതായത് 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ അടുത്ത് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ പോലും അവർ മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അത്രയ്ക്ക് മോശമായ രീതിയിലാണ് പൂജയോട് വന്ന് സംസാരിച്ച് പോയത്. എന്നുവെച്ചാൽ വാക്കുകൾ മോശമെന്നല്ല, സംസാരിച്ച ശൈലി മോശമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. അടുത്തത് ഷിജിലാലാണ്. ഷിജിലാലിൻ്റെ കൊടുത്ത ടോപ്പിക്ക് എൻ്റെ നാട് അല്ലെങ്കിൽ ഹോം ടൗൺ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. പുള്ളിയുടെ നാട്ടിൽ ഒരു വേസ്റ്റ് കുഴി ഉണ്ടായിരുന്നു. ആ വേസ്റ്റ് കുഴിയിൽ പുള്ളിയുടെ ചെറുപ്പകാലത്ത് ഫിഷ് അയക്കുന്ന ആൾക്കാർ അവരുടെ കുട്ടികളും കളിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടി ഒരു ദിവസം കുഴി വീണു. അത് പുള്ളി കാണാനിടയെ പുള്ളി അപ്പം തന്നെ കുഴി ചാടി ഇറങ്ങി ആ കുട്ടീനെ രക്ഷിക്കുകയുണ്ടായി. ശേഷം എന്താ പറയുക, അവിടെ നിന്ന് നാട്ടുകാർ എല്ലാം പുള്ളിനെ അഭിനന്ദിച്ചു, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നീ ചെയ്തല്ലോ എന്ന് പറഞ്ഞു. പുള്ളി പിന്നെ സോഷ്യൽ മീഡിയയിൽ ഈ വേസ്റ്റ് കുഴിയെക്കുറിച്ച് വീഡിയോ ഇടുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട അധികൃതർ പുള്ളിനെ കോൺടാക്ട് ചെയ്തിട്ട് അന്ന് തന്നെ സിമെൻറ്റും മണലും ഇറക്കി അവിടെ എല്ലാം റെഡി. സിമെൻറ്റും മണലും ഇറക്കി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി എന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു നിർത്തുന്നു. അപ്പോൾ പുള്ളി അതിനുശേഷം ഒരു നാട്ടിൽ ഒരുപാട് വീട് വെച്ച് കൊടുക്കുന്നു, ഒരു നന്മപരമാണെന്നാണ് പുള്ളി പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ അർത്ഥം. പക്ഷേ പുള്ളിക്ക് വീടില്ല എന്നാണ് പറയണത്. അതിൻ്റെ പുള്ളി ഇപ്പോൾ നാട്ടിലൊരു വോയിസ് ആണ്, അതാണ് എൻ്റെ ഹോം ടൗൺ എന്ന് പറഞ്ഞ് സ്റ്റോറി നിർത്തിക്കുന്നു. കുറച്ച് കൺവിൻസ്ഡ്, കുറച്ച് നോൺ കൺവിൻസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. കുറച്ചൊക്കെ പുള്ളി തള്ളിക്കയറ്റിയ സ്റ്റോറിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം ആ സംസാര ശൈലി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഉള്ളതായിരിക്കാം, ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കാം. ഇത് പറഞ്ഞാലും പൊങ്കലിടം വരല്ലേ. അടുത്തത് എൽദോയാണ് വന്നത്. എൽദോയ്ക്ക് കിട്ടിയത് പരാജയം അല്ലെങ്കിൽ ഫെയിലിയർ ആണ്. അതിൽ എൽദോ മരിക്കാൻ നിന്ന് മരണത്തിൻ്റെ വക്കിൽ നിന്ന് വീണ്ടും ജീവിച്ചു വന്ന ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടാണ് എൽദോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഞാൻ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്, ഈ സ്റ്റേജിലുള്ളത്. കാരണം 4 വർഷം മുന്നേ പുള്ളിക്കുള്ള എല്ലാം വിറ്റ് ഇറക്കി ഒരു സ്റ്റഡി ചെയ്യാൻ വേണ്ടി എബ്രോഡ് പോകാനുള്ള ആഗ്രഹം കൊണ്ട് ഒരു ഏജൻസിയെ കോൺടാക്ട് ചെയ്യുന്നു. അവർ പൈസ എല്ലാം മേടിച്ച് എബ്രോഡ് പോകാമെന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷത്തിൽ പുള്ളിനെ പറ്റിക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇതിനൊന്നും ആരും ഒരു അറുതി വരുത്തുന്നില്ല. കാരണം അറുതി വരുത്തേണ്ട ആൾക്കാർ അവരുടെ കയ്യിൽ നിന്നുള്ള ഷെയറും വാങ്ങിയിട്ട് മിണ്ടാതെ കണ്ണടച്ചിരിക്കുന്നു. പറയുമ്പോൾ എല്ലാം കാര്യങ്ങളും പറയണമല്ലോ. ചതിക്കപ്പെട്ട ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. എന്നിട്ട് എൽദോ അതിന് മരിക്കാനൊക്കെ തീരുമാനിക്കുന്നത് കാരണം വേറെ നിവൃത്തിയില്ല. അങ്ങനെ അവസാനം മരണം വേണ്ട എന്ന് പറഞ്ഞ് വീട് വിട്ട് ഇറങ്ങി പുള്ളി ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്നു. അപ്പോഴാണ് പുള്ളിക്ക് ഒരു ബുദ്ധത ഉണ്ടായത്, എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് അവയർനെസ് ആവുന്ന ഒരു കോച്ചിങ് സെൻറ്റർ തുടങ്ങി. ഫിനാൻഷ്യലി പറ്റിക്കപ്പെടാനുള്ള കോച്ചിങ് സെൻറ്ററിനെ കുറിച്ച് പുള്ളി ഒരു സ്റ്റാർട്ടപ്പ് പോലെ പ്ലാൻ ചെയ്തു. പുള്ളി ഒരുപാട് എടുത്ത് അപ്ലൈ ചെയ്തിട്ടും ആരും ആപ്ലിക്കേഷൻ എല്ലാവരും റിജക്ട് ചെയ്ത് അവസാനം ഫൈനലി കഴിഞ്ഞ വർഷം 7000 വിദ്യാർത്ഥികളെ പുള്ളി പഠിപ്പിച്ച് ഇറക്കിയിട്ടുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. അത് തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു സ്കാമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതൊന്നും ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, സ്വയബുദ്ധി ചെയ്യേണ്ട കാര്യങ്ങളാണ്. പുള്ളി പറഞ്ഞ ഒരു ടോപ്പിക്കിനെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഫിനാൻഷ്യലി ഇങ്ങനെ പറ്റിക്കപ്പെടാതിരിക്കാമെന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇതാരും പഠിപ്പിച്ച് സ്പൂൺ ഫീഡ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമല്ല, ഒരു കോമൺ സെൻസ്. ഇന്ന് ചിലപ്പോൾ ഇത്രയും നാൾ നമ്മൾ ഇൻ്റലിജൻ്റ് ആയിരിക്കും, ചിലപ്പോൾ ഒരു സെക്കൻഡ് മതി നമ്മൾ ആ ഒരു ചതി പെടാൻ വേണ്ടിയിട്ട്. അതിന് എത്ര പഠിത്തം കിട്ടിയെന്ന് പറഞ്ഞാലും ഒരു സെക്കൻഡ് മതി. കാരണം ഇപ്പോഴത്തെ ലോകം AI ലോകമാണ്. ആ മായക്കകത്ത് വീഴാൻ വലിയ പാടൊന്നും ഇല്ലെന്നേ എനിക്ക് പറയാനുള്ളൂ. എന്നിരുന്നാലും സ്റ്റോറി കുറച്ച് ഇമ്പ്രസീവ് ആയിരുന്നു, നല്ല സ്റ്റോറിയായിരുന്നു. അടുത്തത് തശിയാണ്. തശി വന്നിട്ട് സ്വാർത്ഥത അല്ലെ സെൽഫിഷിനെ കുറിച്ച് പറഞ്ഞത്. തശിക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഗേൾ ഫ്രണ്ട് പിന്നെ കുറേ വർഷങ്ങളുടെ പ്രണയമായിരുന്നു. അതിനുശേഷം ഗേൾ ഫ്രണ്ട് ന്യൂസിലൻഡിലോട്ട് പോയി പഠിക്കാനാണ് പോയെന്നാണ് പറഞ്ഞത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഗേൾ ഫ്രണ്ടിൻ്റെ ഒരു കൂട്ടുകാരി തശിനെ വിളിച്ച് പറയുന്നു ഗേൾ ഫ്രണ്ട് അവിടെ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയി എന്ന്. നോട്ട് ചെയ്തോ.
മരിച്ചു പോയെന്ന്. അപ്പോൾ തശിക്കാകെ വെപ്രാളമായി. തശി പല വിധത്തിൽ അന്വേഷിക്കുന്നു, ഒരു വിവരവും കിട്ടുന്നില്ല. തശി എന്നിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും അവിടെ ന്യൂസിലൻഡ് ലൊക്കേഷൻ കാണുന്ന എല്ലാവർക്കും മെസ്സേജ് അയക്കുന്നു, ഇങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ, ഇതാണെന്ന് പറഞ്ഞാൽ മെസ്സേജ് അയക്കുന്നു. ആരും പ്രോപ്പറായിട്ട് റെസ്പോൺസ് ചെയ്യുന്നില്ല. അവസാനം തശി ന്യൂസിലൻഡ് എംബസിയുടെ വെബ്സൈറ്റിൽ കയറുന്നു, അവിടെയുള്ള ന്യൂസുകളെല്ലാം പരതുന്നു. അവസാനം തശി വെബ്സൈറ്റിൽ നിന്ന് കണ്ടെത്തുന്നു അങ്ങനെ ഒരു ആക്സിഡൻറ്റ് അവിടെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു മരണം നടന്നിട്ടില്ല എന്ന് അവരുടെ എന്തോ വെബ്സൈറ്റിൽ നിന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ തശിക്ക് മനസ്സിലായി ഇത് ഒരു ഫേക്ക് സ്റ്റോറി ആയിരുന്നു. തശീനെ പറ്റിച്ച് ചീറ്റ് ചെയ്തിട്ട് തശിയുടെ ഗേൾഫ്രണ്ട് പോയതാണെന്ന്. തശി ഇത്രയും നടന്ന സമയം കൊണ്ട് തശി ഈ പറഞ്ഞ ഗേൾഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അന്വേഷിച്ചായിരുന്നെങ്കിൽ ജീവനോടുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റത്തില്ല. തശി തള്ളി മറിക്കുമ്പോൾ ഒരു മയത്തിനൊക്കെ തള്ളേണ്ട തശിയുടെ മുഖം കണ്ടാൽ തന്നെ തള്ളൽ ഉസ്താദെന്ന് അറിയാം, ഒരു മയത്തിലൊക്കെ തള്ളണ്ടേ. പിന്നെ പുള്ളിയുടെ ഫാദറും മദർ കന്നഡയാണ്, തുളുവാണ് സംസാരിക്കുന്നത്. അതുപോലെ ഫാദർ മലയാളിയാണ്. അവർ തമ്മിൽ ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ച് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണ് ഈ ടോപ്പിക്കിലോട്ട് വന്നത്. പക്ഷേ ഒരു ബന്ധമില്ലാത്ത ടോപ്പിക്കായി പോയി. സ്റ്റാർട്ടിങ് എവിടെയോ എൻഡിങ് വേറെ എവിടെയോ ആയി. അവസാനം പുള്ളി ഭയങ്കര സെൽഫിഷ് ആണെന്ന് പറഞ്ഞ് നിർത്തുന്ന. അപ്പം എല്ലാവരും സ്വാർത്ഥ മനോഭാവമുള്ള ആൾക്കാരാണ്, ഞാനും അങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ജഡ്ജസ് ഒരാൾ ചോദിക്കുന്നു, തശി എപ്പോഴെങ്കിലും സാഹചര്യത്തിൽ ഈ സെൽഫിഷ് ആവേണ്ടി വന്നാൽ ആകുമോ ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞാൽ ആകും, ബിഗ് ബോസിൽ അങ്ങനെ ആർക്കും ഫേവറേറ്റ് ആവശ്യമില്ല, ഉറപ്പായിട്ട് ഞാൻ സെൽഫിഷ് ആകുമെന്ന് പറഞ്ഞിട്ടാണ് തശി ആ ഒരു സ്റ്റാൻഡിൽ നിർത്തുന്നു. ഓക്കെ, ആ സ്റ്റാൻഡ് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് അവർ തശിക്ക് ടൈം ഔട്ട് കൊടുത്ത് വിടുന്നു. അതിനുശേഷം നമ്മുടെ ടാസ്ക് സ്റ്റാർട്ട് ആവുന്നു. ടാസ്കിൻ്റെ പേരാണ് കൂട്ടുകക്ഷി. അത് ഇൻഡിവിജ്വൽ പ്ലേ ആണ്. ഇത് പറഞ്ഞാൽ ഒരു 4 ബോക്സ് വെച്ചിട്ടുണ്ടാവും. ബോക്സിന് എല്ലാത്തിനും ഒരേ വലിപ്പമല്ല, പല പല വലിപ്പമായിരിക്കും. അതായത് അതിനുശേഷം നമ്മുടെ കൂട്ടുകക്ഷി, അതായത് ഈ ഗെയിമിൻ്റെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്റ്റ് ഒരു നമ്പർ പറയും, അല്ലെങ്കിൽ LED വാളിൽ ഒരു നമ്പർ തെളിയും. ഇപ്പോൾ എക്സാമ്പിൾ രണ്ടെന്ന് തെളിഞ്ഞാൽ ഓരോ ബോക്സിൽ 2 പേര് വെച്ചിട്ട് ഫില്ലാവണം. 2 കൂടുതൽ വന്നാൽ അവർ കൺവിൻസ് ചെയ്ത് അവർ പുറത്ത് കളയുകയോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയാലും അവർ പുറത്ത് കളയുക. അതല്ലാത്ത വശം ബെസറടിക്കുമ്പോൾ ആ ബോക്സിനുള്ളിൽ 2 കൂടുതൽ പേരുണ്ടെങ്കിൽ ആ ഒരു ടീം ഫുൾ ഔട്ട് ആവുന്നതായിരിക്കും. ആ ഒരു ബോക്സിൽ നിൽക്കുന്ന ആൾക്കാർ അത്രയും പേര് ഔട്ട് ഹൗസിൽ പോകുന്നതായിരിക്കും. 2 ഉള്ള ബോക്സിലെ ആൾക്കാർ മാത്രം ആ ഒരു റൗണ്ടിൽ വിജയിക്കും. അങ്ങനെ പല പല റൗണ്ടായിട്ടാണ് ഇത് പോകുന്നത്. അങ്ങനെ ഒരു സംഭവമായിരുന്നു. അത് ഇനിഷ്യലി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലും പിന്നെ കുറച്ച് പാടായിട്ട് തോന്നി. ഫസ്റ്റ് കാണിച്ച നമ്പർ 3 എന്നാണ്. 3-ൽ എല്ലാവരും പോയി നിന്നു. അവസാനം രാകേഷ് അവിടെ കിടന്ന് വരെ കളിച്ച് എന്തിനോ അറിയത്തില്ല. ഇത് കുറച്ച് ബുദ്ധി ഉപയോഗിച്ചാൽ മാത്രം മതിയായിരുന്നു. അങ്ങനെ പലരും ഒരു ഫ്രണ്ട്സ് ആയിട്ടുള്ള പലരും പല രീതിയിൽ പോയി, അല്ലാത്തവരെല്ലാം ഇവിടെ കൂട്ടടിയാൻ നടക്കുന്നു. അപ്പോൾ ആ ടീം പിന്നെ ഒരു വലിയ ബോക്സിൽ വന്നിട്ട് 3 പേര് നിൽക്കാൻ പറഞ്ഞാൽ അവർ 3 അല്ല നിൽക്കാൻ പറ്റുന്നത്. ആ വലിയ ബോക്സിൽ 10, 15, 16 പേര് കയറും. അത്രയും പേരുടെ ടീം. അപ്പോൾ ആർക്കും ആണെങ്കിലും വന്ന് കയറാം അവിടെ, അധികമുള്ള ആൾക്കാർക്ക്. അങ്ങനായി ചെറിയ ബോക്സിൽ പോയി ഇരുന്നവരൊക്കെ ഭാഗ്യവാന്മാരാണ്. അവർ മര്യാദയ്ക്ക് അവിടെ ഇരുന്നപ്പോൾ ആർക്കും കയറി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ ഈ വലിയ ബോക്സുകളിൽ അടിയായത് ഷാമോന്, പ്രണവ്, തശി, രാകേഷ്, ഇവർ 4 പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. കാരണം ആർക്കും വിട്ടുകൊടുക്കാൻ വയ്യ, പുറത്ത് പോകാനും വയ്യ. രാകേഷിൻ്റെ ഇൻഫിനിറ്റി പെൻഡൻ ഉണ്ട്. രാകേഷ് ആ ഇൻഫിനിറ്റി പെൻഡൻ കൊടുത്തിട്ട് കൺവിൻസ് ചെയ്യാന്ന് പറയുന്നു, അത് പറ്റത്തില്ലെന്ന് പറയുന്നു. രാകേഷിൻ്റെ ഇൻഫിനിറ്റി പെൻഡൻ ഉണ്ട്, സ്പെഷ്യൽ പവർ ഉണ്ട്, ഇമ്മ്യൂൺ കിട്ടുമെന്ന് രാകേഷിന് അറിയാം. രാകേഷിന് ആദ്യമേ വേണമെങ്കിൽ ഒരു സാക്രിഫൈസ് പോലെ പുറത്ത് പോയാൽ മതിയായിരുന്നു. രാകേഷ് അത് ചെയ്തില്ല. അവിടെ അത് ഷാമോനും പ്രണവും അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം തശിയും അപ്പോഴത്തേക്ക് ബെസറടിച്ചു. അപ്പോൾ പ്രണവ് പുറത്തിറങ്ങി. പ്രണവ്, എൽദോയും തശിയും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രഞ്ജിനി ഹരിദാസ് അവിടെ ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നു. ആക്ച്വലി ഇതിൻ്റെ റൂൾസ് പ്രകാരം അത് ബെസറടിച്ചിട്ട് ആരെ പുറത്തുണ്ടോ അല്ലെങ്കിൽ ആ ബോക്സിനകത്ത് ആരുണ്ടോ അവർ ഔട്ട് ഓഫ് പോകുന്നതാണ്. അവിടെ രഞ്ജിനി ഇടപെട്ടിട്ട് പ്രവീണിന് ഒരു അവസരം തരാം, പ്രവീൺ ആരെങ്കിലും കൺവിൻസ് ചെയ്ത് അകത്ത് കയറാം, ഇല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് പോകേണ്ടി വരും, ബിഗ് ബോസിൽ നിന്ന് പുറത്ത് പോകേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ പറയേണ്ട ജഡ്ജസ് ആയിട്ടിരിക്കുമ്പോൾ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം അവിടെ റൂൾ ബുക്ക് വെച്ചിട്ടുണ്ട്. ആ റൂൾ ബുക്ക് നമുക്ക് കളിക്കാൻ പറ്റത്തില്ല, പുറത്ത് പറഞ്ഞു വിടുക, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് എൽദോ അതിന് കൺവിൻസ് ആവുന്നു. എൽദോ പറയുന്നു, ഞാനിത് സ്ട്രാറ്റജിക് മൂവായിട്ട് എടുക്കുന്നു, അതുകൊണ്ട് ഞാൻ ഔട്ട് ഹൗസിൽ പോകുന്നു, എൻ്റെ അടുത്ത് ഇൻഫിനിറ്റി പെൻഡൻ ഉണ്ടായിട്ട് പോകുന്നു. അങ്ങനെ പ്രണവ് അകത്ത് കയറുന്നു. ഒരു കാര്യമില്ല. അടുത്ത നമ്പർ കൊടുത്തത് 5-ാം നമ്പറാണ്. 5-ാം നമ്പർ കാണിച്ചപ്പോൾ തന്നെ അടി തുടങ്ങി. കാരണം 5 നിൽക്കാൻ പറ്റുന്നത്, മാക്സിമം നിൽക്കാൻ പറ്റുന്ന ചെറിയ ബോക്സിലെല്ലാം ഫുള്ളായിട്ട് നിൽക്കാം, വലിയ ബോക്സിൽ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ പെൺപടകൾ അങ്ങോട്ട് വലിയ ബോക്സിലുള്ള ആൾക്കാരെ അങ്ങോട്ട് കയറ്റുന്ന, ചെറിയ ബോക്സിലുള്ള ഇങ്ങോട്ട് കയറ്റി അവരൊരു സ്ട്രാറ്റജിക് മൂവ്മെൻറ്റ് നടത്തിയിട്ടോ. അതായത് ഈ ഷിജിന്, പൂജ ആൻഡ് ഷബീന കുറച്ച് ഒരു ഫീമെയിൽ കാർഡ് ഇറക്കിയിട്ട് ഒരു കളി കളിച്ച് അതിൽ ആ വലിയ ബോക്സിൽ നിന്ന് ആൾക്കാർ കുറച്ച് പേര് ഇങ്ങോട്ട് വന്ന് അങ്ങനെ ഈ ബോക്സ് 5 പേരും ഫുള്ളായി. അപ്പോഴത്തേക്ക് ബെസർ അടിച്ച് അവർക്ക് ഉദ്ദേശിക്കുന്ന ആൾക്കാരെ എവിടെ വന്ന് നിൽക്കുന്നു അപ്പോൾ ബെസർ അടിക്കുക, അത്രേ ഉള്ളൂ. കാരണം എല്ലാവർക്കും ഒരുപോലെ അല്ല ബെസർ അടിച്ചേക്കുന്നത്. എൻ്റെ ഒരു കണക്കൂട്ടിൽ ഞാൻ ഇന്നലെ പറഞ്ഞു എഡിറ്ററിനെ എലിമിനേറ്റ് ചെയ്ത് വിടേണ്ട സമയം കഴിയുന്നു. കാരണം ഇന്ന് ഒരുപാട് പോരായ്മ ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് വീണ്ടും ആവർത്തിക്കേണ്ടി വരില്ലല്ലോ. അങ്ങനെ സബീനയ്ക്ക് ഒരു സ്പെഷ്യൽ മെൻഷനെ കിട്ടിയിട്ടുണ്ട്. മാനിപ്പുലേഷൻ പവർ ഉണ്ടായതുകൊണ്ട് സബീന ടീം വിൻ ചെയ്തു. അങ്ങനെ ആ വലിയ ബോക്സിൽ നിന്ന് പ്രവീൺ, തശി, ശ്യാമ ഇവർ 3 പേരും വീണ്ടും ഔട്ട് ഹൗസിലോട്ട് പോയി. പ്രവീണിന് കഴിഞ്ഞ വട്ടം ഒരു ചാൻസ് കൊടുത്തിട്ടാണ് വീണ്ടും ബോക്സിനുള്ളിൽ കയറ്റിയത്. എന്നിട്ടും പ്രവീൺ വീണ്ടും പുറത്തിറങ്ങി പോയി. ഓൾറെഡി കഴിഞ്ഞ ഇതിൽ രഞ്ജിനി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ വട്ടം വീട്ടിൽ പോകുമെന്ന്. എങ്കിൽ എന്തിനാണ് അങ്ങനെ ക്ലൂ കൊടുക്കുന്നത്?
എന്നിട്ട് ആ ക്ലൂ കൊടുത്തിട്ട് പോലും മര്യാദയ്ക്ക് കളിക്കാൻ പറ്റിയിട്ടില്ല. അടുത്ത നമ്പർ കാണിച്ചത് 6 ആണ്. അവസാനം പെൺപടയായിട്ട് വലിയ കഴിഞ്ഞ സ്ട്രാറ്റജി എടുക്കാൻ നോക്കിയാണ്, പക്ഷേ ചീറ്റി പോയി. പാർവതി, പൂജ, അമൃത ഇവർ 3 പേരും അതിന്റെ ഭാഗമായിട്ട് ഔട്ട് ഹൗസിൽ പോയിട്ടുണ്ട്. അടുത്ത നമ്പർ കാണിച്ചത് 11 ആണ്. ആ വലിയ ബോക്സിൽ മാത്രമേ 11 നിൽക്കാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയാം, എങ്കിലും ചെറിയ ബോക്സിൽ പോയി എല്ലാവരും നിൽക്കുവാണ്. എന്നിട്ട് വലിയ ബോക്സിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. സബീന കടന്ന് ഫീമെയിൽ കാർഡിലേക്ക് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ അർഹതപ്പെട്ടിട്ട് നിൽക്കുന്നുണ്ട്. എടാ നിനക്ക് വേണമെങ്കിൽ കയറി നിൽക്കുക, നിനക്ക് വേണമെങ്കിൽ കയറി നിൽക്കണ്ട, നീ എങ്ങനെയുള്ള ആൾക്കാരെ കയറി നിൽക്കാൻ നോക്കുക. അർഹതപ്പെടാത്തിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവാണ് അവിടെ നിൽക്കേണ്ടത്. അവസാനം എല്ലാവരും പറഞ്ഞ് സബീന വേണ്ടെന്ന് പറയുന്നു. അവസാനം ജഡ്ജസ് ഒരു തീരുമാനം എടുക്കുന്നു, സബീനയ്ക്ക് ഉള്ളിൽ പോകാൻ താല്പര്യമുണ്ട്. ആരൊക്കെ സബീനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ വേണ്ട. എടേ ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കണ്ടേ, എല്ലാവർക്കും അപ്പോൾ വരാൻ താല്പര്യമുണ്ടെന്ന്. അപ്പോൾ ഇത്ര നേരം വേണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥത്തില്ല? സബീന പറയുന്നത് സബീനയ്ക്ക് സോനെ ഔട്ടാക്കണം, എന്നിട്ട് സബീനയ്ക്ക് അതിനകത്ത് കയറണം എന്നാണ് പറയുന്നത്. അത് ആരും സമ്മതിച്ചു കൊടുത്തില്ല. അവസാനം സബീന തന്നെ ഔട്ട് ഹൗസിൽ പോകേണ്ടി വന്നു. പാർവതി, പൂജ, അമൃത കൈവട്ടം പോയ പാർവതി, പൂജ, അമൃത പ്രാക്കാൻ തോന്നുന്നു. സബീന കൈവട്ടം അതുപോലെ അങ്ങ് ചെന്ന് എത്തിയിട്ടുണ്ട് അവരുടെ ഗ്യാങ് തന്നെ. ഇതിൻ്റെ ഇടയ്ക്കൂടെ രഞ്ജിനയുടെ പട്ടി ഷോയും. രഞ്ജിനയുടെ സൗണ്ട് വളരെ അരോചകം. ആ സമയത്തൊക്കെ നമുക്ക് TV മ്യൂട്ടാക്കി വെക്കാൻ തോന്നും. എന്തിനാ വേണ്ട അവിടെ രജിത് സാറിന് ഇരിപ്പുണ്ട്. ആ ഒരു മനുഷ്യനെങ്കിലും ബഹുമാനിക്കാം. ഓട്ടെ ബിഗ് ബോസിനെങ്കിലും ബഹുമാനിക്കാതെ കിടന്ന് ചുമ്മാ അട്ടഹാസം കാണിക്കുന്നു. സ്ക്രീൻ പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് എന്ത് സ്ക്രീൻ പേസ് ആണ് എഞ്ചിനീയേഴ്സ് വേണ്ടത്? നിങ്ങളൊരു സീസണിൽ പോയി തോറ്റു വന്നു, ഒരു ടാസ്ക് പോലും കളിക്കാതെ വന്നു, അവിടെ ഇവിടെ ഇരുന്ന് ജഡ്ജായിട്ടിരിക്കുന്നതിന് കൂടുതൽ എന്ത് സ്ക്രീൻ പേസ് നിങ്ങൾക്ക് വേണ്ടത്? അവിടെ റൂൾ ബുക്ക് കൊണ്ട് റൂൾ ബുക്ക് അനുസരിച്ച് കളിച്ചിട്ടില്ലെങ്കിൽ അവിടെ പറഞ്ഞ് ഔട്ട് ഹൗസ് വിട്ട് ഫെയിൽ ആക്കുന്നുള്ളൂ. കണ്ടസ്റ്റന്റിനെക്കാട്ടിലും കഷ്ടമാണ് എഞ്ചിനീയേഴ്സ്. അതോടുകൂടി ടാസ്ക് അവസാനിച്ചു. അടുത്തത് ഇൻഫിനിറ്റി പെൻഡൻ കൊടുക്കുന്നതാണ്. ഇൻഫിനിറ്റി പെൻഡൻ സ്പെഷ്യൽ പവർ എടുക്കുന്നത് എൽത്തേക്ക് ഷാമോനാണ്. കാരണം അവർ രണ്ടുപേരും ഔട്ട് ഹൗസിലുണ്ടായിരുന്നു. അവർക്ക് ഇന്ന് എലിമിനേഷൻ ഇല്ല എന്ന് പറഞ്ഞ് അവരെ അവിടുന്ന് സേഫ് ആക്കുന്നുണ്ട്. ഇതിന് ശേഷം ഒരു കളി നടന്നടേ, ബിഗ് ബോസിന്റെ ഒരു തേഞ്ഞ കളി. അവിടെ നിങ്ങൾക്ക് ആരെങ്കിലും പുറത്താക്കാനുണ്ടെങ്കിൽ അവരെ പിടിച്ച് നിർത്തി പുറത്താക്കുക. ചുമ്മാ സമയം കൊള്ളിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേക്ഷകരെ മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്തി. ഫേസ് ഓഫ് ടാസ്ക്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കുക, അതിലൊരു ടീം ഉണ്ടാക്കുക. ഔട്ട് ഹൗസിലുള്ള ആൾക്കാരുടെ എണ്ണം കുറവാണ്. അവിടെ 2 പേര് ഇങ്ങോട്ട് വന്നു, അതുകൊണ്ട് നമുക്ക് ഇതാക്കണം, ബാലൻസ് ചെയ്യണം. എന്നിട്ട് അവസാനം എലിമിനേഷൻ നടത്തിയതോ ഒരു കൂറ എലിമിനേഷൻ. ഇത്രയും ചെയ്യുമ്പോഴെങ്കിലും അതെങ്കിലും മനോഹരമാക്കട്ടെ, അതുമില്ല. വീക്കെൻഡ് വാർ എപ്പിസോഡ് പറഞ്ഞിട്ട് വീക്കെൻഡ് തേഞ്ഞ എപ്പിസോഡായിപ്പോയി. എന്നിട്ട് ഇപ്പോഴത്തെ ടീമിൽ നിന്ന് രാകേഷിന്റെ ടീമിൽ നിന്ന്, അതായത് ഇപ്പോൾ ഔട്ട് സേഫ് സോണിൽ ഇരിക്കുന്ന പേരിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യണം. അതായത് ആ 3 പേരെ അവർക്ക് ഔട്ട് ഹൗസിൽ ഇടണം. ആർക്കാണ്? ബിഗ് ബോസിൽ ഇടണം. അതിനുള്ള കളിയാണ് കളിക്കുന്നത്. അതിൽ വീണ നേരെ അളകനന്ദ ചൂസ് ചെയ്തു. നമ്മുടെ രജിത് സാർ വന്നിട്ട് ഷിൻജിത്തിനെയും രചനയും ചൂസ് ചെയ്തു. ഷിൻജിത്ത് ഡോക്ടർ പറഞ്ഞു ഷിൻജിത്തിന് ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല, അതുകൊണ്ട് ഷിൻജിത്തും രചനയും ഇവരെ 3 പേരെ ഇന്ന് ഔട്ട് ഹൗസിലിട്ടു. അങ്ങനെ ഔട്ട് ഹൗസ് നമ്പർ ബാലൻസ് ആയെന്ന് പറയുന്നു. എന്നിട്ടൊരു ടാസ്ക് ആണ് ഫേസ് ഓഫ്, സേഫ് സോൺ വെസസ് ഔട്ട് ഹൗസ്. അതിൽ രാകേഷിന് ഇൻഫിനിറ്റി പെൻഡൻ ഉണ്ടായതുകൊണ്ട് രാകേഷിന്റെ ഇൻഫിനിറ്റി പവർ കൊടുത്തേക്കുന്നത് ഇവിടെ വന്ന് രാകേഷിന് വേണ്ടുന്ന ഒരാളിനെ ചൂസ് ചെയ്യാം ഫേസ് ഓഫിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അത് എന്ത് പവർ അടി? ഇത്രയും പേർക്കും സേഫ് സോൺ പറഞ്ഞ് കൊടുത്തിട്ട് പിന്നെ എന്ത് പവർ അവർക്ക് കൊടുക്കാനുള്ളത്? അത് അയാളെ അപമാനിക്കുന്ന തുല്യമല്ലേ? ഒരു ഇട്ടിട്ട് അയാൾ ചൂസ് ചെയ്യുന്നത്. ഇത്രയും ടാസ്കിലും ഇൻഫിനിറ്റി പെൻഡൻ ഉള്ളവരാണ് ഓപ്പോസിറ്റ് കക്ഷിനെ ചൂസ് ചെയ്യുന്നത്. രാകേഷ് വന്നിട്ട് പ്രവീണിനെ ചൂസ് ചെയ്യുന്നു. പ്രവീൺ കമ്പാരിറ്റീവ്ലി സംസാരിക്കാൻ ഇച്ചിരി ഇതാണ്. പിന്നെ അതുപോലെ രഞ്ജിനി ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രവീൺ ഒന്ന് പുറത്ത് പോകുന്നു. അത് മനസ്സിച്ചിട്ടാണ് തോന്നുന്നു പ്രവീണിനെ തന്നെ ചൂസ് ചെയ്തെടുത്തു. അതിനുശേഷം ഓരോരുത്തരായിട്ട് വരുന്നു, ഓരോരുത്തർ ചൂസ് ചെയ്യുന്നു. സോന വന്നിട്ട് ഷബീനെ ചൂസ് ചെയ്യുന്നു, എൽദോ വന്നിട്ട് പാർവതി ചൂസ് ചെയ്യുന്നു, അഫിയാൻസ് വന്നിട്ട് അമൃത ചൂസ് ചെയ്യുന്നു, ഷിജിലാൽ വന്നിട്ട് ഷിൻജിത്തിനെ ചൂസ് ചെയ്യുന്നു, ഷിജി വന്നിട്ട് ഷാമിനെ ചൂസ് ചെയ്യുന്നു, ലൊലിറ്റ വന്നിട്ട് അളകനന്ദ ചൂസ് ചെയ്യുന്നു, ഷാമോൻ വന്നിട്ട് തക്ഷിനെ ചൂസ് ചെയ്യുന്നു, പ്രണവ് വന്നിട്ട് പൂജനെ ചൂസ് ചെയ്യുന്നു, വൈശാഖ് വന്നിട്ട് രചന ചൂസ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ടീം ഇവർ ഫേസ് ഓഫ് സംസാരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുക. അതിലാരും വിൻ ചെയ്ത് ജഡ്ജസിനെ കൺവിൻസ് ചെയ്യുന്നതാണ് ടാസ്ക്. പക്ഷേ ഇവർ പറയുന്നതൊന്നുമല്ല ടാസ്ക് നടക്കുന്നത്. ടാസ്ക് അതിൻ്റെ വഴിക്ക് പോയി, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജഡ്ജസിൻ്റെ വിധിയും അതിൻ്റെ വേറെ വഴിക്ക് പോയി. ഇനി അതിനെക്കുറിച്ച് പറയാം. ഇതുമായിട്ട് കമ്പയർ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ജഡ്ജസിൻ്റെ വിധിയായി പോയി. എന്നിട്ട് അവസാനം എലിമിനേഷൻ എന്ന് പറഞ്ഞ് ജഡ്ജസ് പറയുവാണ് 4 പേരെ വിളിക്കുന്നു. പ്രണവ്, പാർവതി, ഷിൻജിത്ത്, രചന ഇവർ 4 പേരെ വിളിച്ചവിടെ നടത്തുന്നു. 4 പേര് എലിമിനേഷൻ ആണെന്ന് പറയുന്നു. 4 പേർക്കും ബിഗ് ബോസിൽ വലിയ ചാൻസ് ഒന്നും ഇല്ല, അതുകൊണ്ട് പുറത്ത് പോകണം എന്ന് പറയുന്നു. സുഖിപ്പിക്കുന്നു, വീഴുന്നു. ഇത്ര ഉള്ളായിരുന്നു എപ്പിസോഡ്. ഈ 4 പേരെ ആദ്യമേ വിളിച്ചായിരുന്നെങ്കിൽ ഒരു 20 മിനിറ്റ് സേവിച്ച് നമുക്ക് മനസ്സിലായിരിക്കാം. എന്ത് ഈ ഫേസ് ഓഫ് എന്ന് പറഞ്ഞാൽ പൊട്ട ടാസ്ക് അവിടെ നടത്തേണ്ട ഒരു കാര്യമില്ല. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ടല്ല ഇന്ന് ടെലിവിഷൻ നടക്കുന്നത്. അവർക്ക് വേണ്ടുന്ന ഒരു 4 പേരെ അവിടെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമേ തന്നെ ഈ ടാസ്കിനെല്ലാം മുന്നേ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് തെളിവാണ് രഞ്ജിനി ഏലസ് പറഞ്ഞത് പ്രവീൺ നിങ്ങളിന്ന് ആ ബോക്സിനുള്ളിൽ നിന്നില്ലെങ്കിൽ ഔട്ട് ആവുമെന്ന് പറഞ്ഞിട്ട് ആവശ്യം എന്തിരിക്കുന്നത്? നിങ്ങൾ വീട്ടിൽ പോകാൻ റെഡിയാണോ എന്ന് ചോദിക്കുന്നത് അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം അതിനർത്ഥം ഓൾറെഡി ബിഗ് ബോസ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ തന്നെ ഈ 4 പേരെ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് രഞ്ജിനി അറിയാതെ പറഞ്ഞതാണ്. അത് എപ്പിസോഡിൽ കറക്റ്റ് റിഡീം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ 4 പേര് ഇന്ന് എലിമിനേറ്റ് ആയിട്ടുണ്ട്. പ്രവീൺ, പാർവതി, ഷിൻജിത്ത്, രചന ഇവർ 4 പേരും വീട്ടിൽ പോയി സമാധാനത്തിരിക്കുന്നു. രചനയോട് പറയുന്നത് നിങ്ങൾ HR അല്ലേ, അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ സേവ് ചെയ്യുക ചെയ്യുന്നത്. എന്നാൽ പിന്നെ എടുക്കാതിരുന്നപ്പോഴായിരുന്നു ഈ പരിപാടിയിലോട്ട്. അങ്ങനെ 20 കണ്ടസ്റ്റൻസ് വീണ്ടും 16 കണ്ടസ്റ്റൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് അഭിമാനിക്കാം, നിങ്ങൾ ടോപ്പ് 20 എന്നാണ് നിങ്ങൾ ഔട്ടായെന്ന് പറഞ്ഞിട്ട് 4 എണ്ണത്തിനെ സൂചിപ്പിച്ച് വിടുന്നുണ്ട്. അങ്ങനെ 16 കണ്ടസ്റ്റൻസോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി നാളെ എന്തുവാന്ന് കണ്ടറിയാം.